കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണ് ഇടിഞ്ഞു വീണതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനമായി. NHAയും നാട്ടുകാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം വന്നത്. നഷ്ടപരിഹാരം നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കും. ഈ മാസം 27-ാം തീയതിക്കകം നടപടികൾ പൂർത്തീകരിക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയതായി തളിപ്പറമ്പ് RDO അറിയിച്ചു. ഈ നാശനഷ്ടങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ മൺസൂൺ മഴക്കാലം അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. അപ്പം അതിനു മുമ്പായി ഈ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വീടുകളിൽ കയറാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനം ഉടനെ ഒരുക്കും. 27/5/2025 മുമ്പേ ഒരുക്കും. അപ്പോൾ അതിന് നാളെ ഈ നമ്മുടെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി, പിന്നെ NHAയുടെ ഭാഗത്തു നിന്നൊരു എഞ്ചിനീയർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ, അങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഒരു സംയുക്ത പരിശോധന നാളെ നടത്തി ഈ നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് താൽക്കാലികമായി ശക്തിപ്പെടുത്താനുള്ള സംവിധാനം ഉടനെ ചെയ്യും. വീടുകളിൽ ഉണ്ടായ നാശനഷ്ടമാണ്. അത് നാളെ തന്നെ പരിശോധിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ശരിക്കും നാട്ടുകാരുടെ പരാതിക്ക് പരിഹാരമായി എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? SK 9 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധമാണ് കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ അരങ്ങേറിയത്. നാട്ടുകാർ മണിക്കൂറുകളോളം ദേശീയപാത ഉപരോധിച്ചു. അതിൽ ഒടുവിൽ ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരും അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് RDO, ജില്ലാ കളക്ടറുടെ ചുമതലപ്പെടുത്തിയ തളിപ്പറമ്പ് RDO ഉൾപ്പെടെ അവിടെ എത്തി ഈ നാട്ടുകാരുമായി ചർച്ച നടത്തി. അവർ ഉന്നയിച്ചിട്ടുള്ള ആശങ്ക അത് ശരിയാണ് അന്ന് അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. വലിയ രീതിയിൽ വീടുകളിലേക്ക് ഈ മണ്ണ് കുത്തിയൊലിച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ രാത്രിയിൽ പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് നേരിട്ട് ഈ തളിപ്പറമ്പ് RDOയും അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ വിദഗ്ധ സംഘവും നേരിട്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം അവരോട് ഏകദേശം ഒരു 30 മിനിറ്റ് ചർച്ച നടത്തി. അതേ തുടർന്നാണ് ഈ സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ചക്കകം ഈ ചെളിയും അതോടൊപ്പം തന്നെ വെള്ളവും ഈ വീടുകളിലേക്ക് കുത്തിയൊലിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിൻ്റെ, അതായത് ദേശീയപാതയുടെ മറുവശത്ത് നിന്ന് വ്യാപകമായി ഈ മണ്ണിടിഞ്ഞ് താഴോട്ട് വീണിരുന്നു. ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തെങ്കിലും നിർമ്മാണത്തിലെ അപാകതയാണോ? സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ നിർമ്മാണങ്ങൾ നടന്നത് എന്നുൾപ്പെടെ പഠിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം നാളെ തന്നെ അവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുള്ള ഈ തളിപ്പറമ്പ് RDOയുടെയും വാക്കുകൾ വിശ്വസിച്ചിപ്പോൾ ഈ താൽക്കാലികമായി നാട്ടുകാർ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. അതിനിടെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവിടെ മണ്ണിടിച്ചിലുണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് 2 തവണ വലിയ ഭാഗം കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ ആ ഭാഗത്ത് വലിയ ഭാഗം താഴേക്ക് പതിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ നിർമ്മാണം നടത്തിയതെന്നുൾപ്പെടെയുള്ള പരിശോധനകൾ എന്തായാലും വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. അത് നടത്തുമെന്നാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ വാക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ അവിടെ കൂടുതൽ ദുരിതമുണ്ടാകും. അതിനു മുമ്പ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണം, അത് പരിഹരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ അവസാന നിമിഷവും ആവശ്യപ്പെട്ടത്. അത് നടത്തും എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.